കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മറുനാടനും പോങ്ങുമൂടനും രണ്ട് ലെവലുകളിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. വിമർശന സാഹിത്യവും മൂർച്ചയേറിയ വിമർശന രീതിയും വിമർശന ശൈലിയും പോങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയായി മാറ്റി നിർത്തുന്നു. മുഖം നോക്കാതെയുള്ള വിമർശനവും വിമർശിക്കുന്ന വിഷയത്തോടുള്ള ആത്മാർത്ഥതയും ആ വിഷയത്തിൽ അങ്ങറ്റം വരെ ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന ആ ഒരു കഴിവും മറുനാടൻ ഷാദിനെയും ജേർണലിസത്തിൻ്റെയും വിമർശനത്തിൻ്റെയും രീതികളിൽ വ്യത്യസ്തനാകും. എന്നാൽ പോങ്ങുമൂടനെ പറ്റിയുള്ള നല്ല വാക്കുകൾ, ഷാദിൻ സ്കറിയുടെ നല്ല വാക്കുകൾ പോങ്ങുമൂടൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കൗണ്ടറുകളെ അതിവേഗം ചലിപ്പിച്ചത് നേരിട്ട് കണ്ട ആളാണ് ഞാൻ. ആലുപോലെ വളർന്ന വ്യക്തിത്വങ്ങൾ അടിയിലൊരു പുൽനാമ്പിനെ പോലും വളരാൻ അനുവദിക്കാത്ത ഈ ലോകത്ത് ഷാദിൻ സ്കറിയെപ്പോലുള്ള ഒരാൾ കാണിച്ച മഹാമനസ്കത ഒരാളിൽ ഒതുങ്ങുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ശീതൾ ഉണ്ണികൃഷ്ണനെ പറ്റി അദ്ദേഹം പറഞ്ഞ ദയയോട് കൂടിയ നല്ല വാക്കുകൾ അവരെയും സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആരെയും വളരാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറി എല്ലാവരും വളരട്ടെ, എല്ലാവർക്കുമുള്ള സ്പേസ് ഈ ലോകത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഷാദിൻ സ്കറിയെപ്പോലുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ പറ്റിയിട്ട് നല്ല വാക്കുകൾ പറയാൻ ഇടയാക്കുന്നത്. ഇവർ രണ്ടുപേരും അവരവരുടെ കർമ്മമണ്ഡലങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. എന്നാൽ ഇന്നും ഒരു കർഷകൻ കൂടിയായ ഷാദിൻ സ്കറിയ സ്വന്തം മൺവെട്ടി കൊണ്ട് സ്വന്തം വഴി വെട്ടിത്തെളിച്ച് അവിടെ പ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിത്വമാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഇവർ തമ്മിൽ ചെറുതായിട്ടൊന്ന് കോർത്തത് മറ്റു വിഷയങ്ങളിലൊന്നുമല്ല. ഒരു കാലത്ത് ഷാദിൻ സ്കറിയ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചിരുന്ന ഉണ്ണി മുകുന്ദനെ ചെറുതായിട്ടൊന്ന് വിമർശിച്ചു എന്നുള്ളതാണ് കാരണം. ഷാദിൻ സ്കറിയയ്ക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഷാദിൻ സ്കറിയ ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് ഷാദിൻ സ്കറിയ ആവുന്നത്. ഇത് പോങ്ങനും അറിയാം. പോങ്ങൻ വിമർശിക്കേണ്ടവരെ വിമർശിക്കേണ്ട രീതിയിൽ വിമർശിക്കുന്നത് കൊണ്ടാണ് പോങ്ങന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു മഹത്തായ ഇടം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്.